കേരളത്തിലെ ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സംരംഭകരുടെയും ജീവനക്കാരുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും കൂട്ടായ്മയായ അപ്പക്കൂട്ട് ജീവകാരുണ്യ രംഗത്തും മാതൃകയാവുന്നു. വ്യാപാര സ്ഥാപനം തീപിടിച്ച് നഷ്ടമായ സഹോദരങ്ങൾക്ക് അപ്പക്കൂട്ട് കൂട്ടായ്മ നിർമ്മിച്ചു നൽകുന്ന കെട്ടിടത്തിന്റെ താക്കോൽ കൈമാറ്റം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. അവർക്കത് പുനഃസ്ഥാപിക്കാൻ സാധിക്കില്ല എന്ന് ബോധ്യം വന്നപ്പോൾ അവരെ സഹായിച്ചുകൊണ്ട് 2 മാസം കൊണ്ട് ആ കെട്ടിടം അതേ സ്ഥിതിയിൽ പുനഃസ്ഥാപിച്ച് താക്കോൽ കൈമാറ്റത്തിന്റെ ദിവസമാണിന്ന്. താമരശ്ശേരിയിൽ സഹോദരങ്ങളുടെ വ്യാപാര സമുച്ചയം കത്തിയമർന്നതിനെ തുടർന്ന് അവർക്കായി അപ്പക്കൂട് എന്ന കൂട്ടായ്മയിലെ അംഗങ്ങൾ പുതിയ കെട്ടിടം പണിത് നൽകുകയാണ്. ചെറുകിട ബേക്കറി സംരംഭകരെയും ജീവനക്കാരെയും കുടുംബശ്രീകളെയും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് പ്രാപ്തരാക്കുക, വൃത്തിയും വെടുപ്പുമുള്ള ഭക്ഷ്യ സംസ്കാരം വളർത്തുക, നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചക്ക, പൈനാപ്പിൾ, ഏത്തക്കായ എന്നിവ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി കയറ്റുമതിക്ക് സജ്ജമാക്കുക തുടങ്ങി വിവിധ ഉദ്ദേശങ്ങളോടെയാണ് അപ്പക്കൂട് എന്ന കൂട്ടായ്മ പ്രവർത്തിക്കുന്നതെന്ന് പി ശ്രീകുമാർ, റോയൽ നൌഷാദ്, ബിജു, നവ്യ തുടങ്ങിയവർ പറഞ്ഞു. ഒപ്പം തന്നെ നമ്മുടെ നാടൻ വിഭവങ്ങൾ നമുക്കറിയാം, അട, ഏലാഞ്ചി, കൊഴുക്കട്ട പോലത്തെ നാടൻ സാധനങ്ങൾ ലോക മാർക്കറ്റിൽ എത്തിക്കാനും ഈ അപ്പക്കൂട് സപ്പോർട്ട് ചെയ്യും. അതിനുള്ള പരിശീലന കളരിയാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ പ്രധാന ലക്ഷ്യം. ഒരു ക്ലാസ് കഴിഞ്ഞ് 2ാമത്തെ ക്ലാസ് ഫിക്സ് ചെയ്തു, 3ാമത്തെ ക്ലാസ് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏത് സാധാരണക്കാരനും ബേക്കറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ലോക വിപണിയിൽ എത്താൻ സാധിക്കുന്ന പരിശീലന കളരിക്കാണ് അപ്പക്കൂട് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അക്യുപങ്ക്ചർ അസോസിയേഷൻ നടത്തുന്ന സംസ്ഥാന സമ്മേളനവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും ജൂൺ 23-നും 24-നും കോഴിക്കോട്ട് നടക്കും. സംസ്ഥാന സമ്മേളനം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. മെഡിക്കൽ ക്യാമ്പിന് പ്രശസ്ത